ഒരു ലക്കി ഡ്രോയിലൂടെ ഈ വീടും ഒരു സ്വിഫ്റ്റ് കാറും ഒരു ആപ്പിൾ ഐഫോണും ഗോൾഡ് കോയിൻസും അങ്ങനെ ആയിട്ട് ലക്കി ഡ്രോ ആയിട്ട് ഗിഫ്റ്റുകൾ വെച്ചിട്ട് ഈ വീടൊന്ന് സെയിൽ ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്. ഒരു ടോക്കൺ 1200 രൂപ, ഒരു ടോക്കൺ 1200 രൂപ. നമസ്കാരം, സജിൻ ചേട്ടൻ്റെ വാർത്ത ഒരിക്കലും നമ്മൾ ചെയ്തതാണ്. ഇതേപോലെ സാറിൻ്റെ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് കൂട്ടുകാർക്ക് കടലെല്ലാം കൊടുത്തിട്ട് ഇപ്പോൾ അവസാനം ജപ്തിയിൽ വക്കിൽ നിൽക്കുന്ന ചേട്ടനാണ്. ജപ്തി നോട്ടീസ് വന്നു കഴിഞ്ഞു. ചേട്ടനിപ്പോൾ ഒരു പുതിയ തീരുമാനമായിട്ട് വന്നിരിക്കുകയാണ്. ചേട്ടാ നമ്മുടെ കൂടെ ഉണ്ട്, കുഴപ്പമില്ല. എല്ലാവരും കൂടെ വേണം ചേട്ടാ, എല്ലാവരും കൂടെ വേണം. അപ്പം ഞാനിങ്ങനെ ഒരു വീട് ഇപ്പം ഞാൻ വെച്ച വീടാണ് ഇത്. ജപ്തി ഭീഷണി നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നാലും ഞാനത് വിൽക്കാനായിട്ട് മാക്സിമം നോക്കിയെന്ന് വെച്ചാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കി. ഒരു രീതിയിലും നടക്കുന്നില്ല. 2-3 തവണ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഭീഷണി വന്നപ്പോഴത്തേക്ക് അതെല്ലാം അലസിപ്പോയി. അതുകൊണ്ട് എനിക്കിതെങ്ങനെ ഡിസ്പോസ് ചെയ്യാതെ മുന്നോട്ട് തള്ളി നീക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മോളുടെ ഭാവി, കുടുംബത്തിൻ്റെ ഒരു ഉയർച്ച, അല്ലെങ്കിൽ മാക്സിമം ഒരു മനസ്സമാധാനം, ഈ കടങ്ങളൊക്കെ തീർത്ത് മനസ്സമാധാനമാണ് എനിക്ക്. മനസ്സമാധാനം ഉണ്ടെങ്കിൽ ലോകത്ത് ഏതൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സമാധാനം വേണം. അപ്പോൾ എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്പോസ് ചെയ്യണം. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു തീരുമാനത്തിലെത്തിയേക്കാണ്. ഒരു ലക്കി ഡ്രോ എന്നൊരു സംഭവം ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ചെറിയ കാര്യമില്ല, അത് ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനകത്ത്, വലിയ കാര്യങ്ങളാണ് അതിനകത്ത്. നമ്മൾ അത്രയും വളരെ പിറകെ നടന്നാലേ നടക്കുള്ളൂ. കാരണം നമ്മുടെ ഒരു പ്രാവശ്യം പിറകെ നടന്നതാണ് ഞാൻ. എനിക്ക് മനസ്സിലായ സംഭവം അത് ചെറിയ കാര്യമല്ല. അത് അല്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ വെച്ച, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉള്ള സമ്പാദ്യം കൊണ്ട് വെച്ചൊരു വീട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇനി കടം ചോദിച്ചാലോ ഒന്നും കടം ചോദിക്കാനോ എനിക്ക് പറ്റത്തില്ല. അതിന് തരുന്ന സുഹൃത്തുക്കൾക്ക് ഒരു പരിമിതിയുണ്ട്. അവർക്കും അവരുടെ സമ്പാദ്യം. ഈ കാശ് കൊണ്ടുപോയ സുഹൃത്തുക്കൾ തന്നില്ലേ? അത് അവരും വലിയ കടബാധ്യതയിലൊക്കെ പെട്ടിരിക്കുവാണ്. ഒരാളുടെ സ്വപ്നമാണ് ഒരു വീടെന്ന് പറഞ്ഞാൽ. ആ വീട് വെച്ചിട്ട് അവസാനം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കാണാൻ പോലും സ്വപ്നമാണ്. എന്നാലും നമുക്ക് ചേട്ടാ, നമുക്കൊരു കയറിക്കിടക്കാടോ ഇല്ല. ഇപ്പം നാളെ ബാങ്കുകാർ ഒന്ന് കൊണ്ടുപോയി ഞാൻ എവിടെ പോകും? അല്ലെങ്കിൽ ഇതെനിക്ക് എങ്ങനെയും ഒന്ന് ചെറിയൊരു രീതിയിൽ വിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും എൻ്റെ മോളുടെ. എവിടെയാണ് സ്ഥലം? എവിടെയാണ് ഇത്? ചേട്ടാ, വെഞ്ഞാറമൂട് മൈലക്കുഴി എന്ന സ്ഥലമാണ്. വെഞ്ഞാറമൂട് മൈലക്കുഴി എന്ന സ്ഥലമാണത്. അപ്പം ഞാൻ വിൽക്കാനായിട്ട് മാക്സിമം നോക്കി, എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ നോക്കി. ഒരുപാട് പേര് ബാങ്കിൻ്റെ വിഷയമുള്ളപ്പം ആൾക്കാർ വില കുറയ്ക്കും. ബാങ്കിൻ്റെ വിഷയം മെയിനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആസ്തി എത്ര ഉണ്ടോ ഈ വീടിന്? ഇത് ചേട്ടാ, അവരുടെ വാല്യുവേഷൻ അനുസരിച്ചിട്ട് ഒരു 60 ലക്ഷത്തിന് മുകളിൽ ഉണ്ട് അവരുടെ വാല്യുവേഷനിൽ. ചേട്ടൻ എന്താ ഐഡിയ എന്താണ്? ഞാനിത് ഇപ്പം എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ, ഇതും ഈ വസ്തുവും ഈ കോമ്പൗണ്ട് കിടക്കുന്ന ഈ വസ്തുവും മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഫുള്ളി കോമ്പൗണ്ടഡാണ്. അപ്പം ഞാനിതൊരു ലക്കി ഡ്രോയിൽ കൂടെ ഇത് ആർക്കെങ്കിലും, അല്ലെങ്കിൽ ഒരു ടോക്കൺ 1200 രൂപ, ഒരു ടോക്കൺ 1200 രൂപ, 200 രൂപ. അപ്പോൾ ആ ഒരു ലക്കി ഡ്രോയിലൂടെ ഈ വീടും ഒരു സ്വിഫ്റ്റ് കാറും ഒരു ആപ്പിൾ ഐഫോണും ഗോൾഡ് കോയിൻസും അങ്ങനെ ആയിട്ട് ലക്കി ഡ്രോ ആയിട്ട് ഗിഫ്റ്റുകൾ വെച്ചിട്ട് ഈ വീടൊന്ന് സെയിൽ ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഞാൻ നോക്കുന്നത്. അപ്പം ആർക്കാണോ ഭാഗ്യവാൻ അവർക്ക് ഈ ലക്കി ഡ്രോയിലൂടെ വീട് കിട്ടും, കാറ് കിട്ടും, ഒരു ബാക്കി അനവധി പ്രൈസുകളുണ്ട്. അതിൻ്റെ വിശദവിവരങ്ങളെല്ലാം ശരിക്കും ആലോചിച്ചിട്ടാണ്. കാരണം നമുക്ക് കടക്കാർ വന്ന് നിൽക്കുമ്പോൾ കൊച്ചിനെ കണ്ടായിരുന്നു എനിക്ക്. അപ്പം മാക്സിമം എല്ലാവരും എന്നെ ഒന്ന് സഹായിച്ചിട്ട് വേറെ നിസ്സഹായ അവസ്ഥ. ആസ്തി എത്ര ഉള്ള? ഒരു 60 ലക്ഷത്തിന് മുകളിലുണ്ട്. എല്ലാം കൂടെ കാറുണ്ട്, ഒരു ആപ്പിളിൻ്റെ ഒരു ഐഫോൺ ഞാൻ വെക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഗോൾഡ് കോയിൻസ് വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നിരവധി സമ്മാനങ്ങൾ ഞാൻ വെക്കുന്നുണ്ട്. അപ്പം നിലവിൽ ലാഭസമ്പാദന മാർഗമൊന്നുമല്ല. ഞാൻ ഈ വസ്തുവും വീടും എല്ലാം എൻ്റെ പേരിലാണ്. ഈ വസ്തുവും വീടും വേറെ ആർക്കും ഓണർഷിപ്പ് ഒന്നുമില്ല, എൻ്റെ പേരിലാണ്. പക്ഷേ നിലവിൽ ബാങ്കിൻ്റെ ഇതിൽ ലോൺ വെച്ചേക്കുവാണ്. അപ്പം എനിക്ക് ലോണും അടയ്ക്കണം. എനിക്ക് മുന്നോട്ട് എന്തെങ്കിലും ഈ കടങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും പോയി ഞാൻ എന്തെങ്കിലും സെറ്റിൽ ആയിക്കോളാം. സജിൻ്റെ വാർത്ത ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ ദയനീയ അവസ്ഥയാണ് കേട്ടോ, വളരെ ദയനീയ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ദയനീയ അവസ്ഥ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ലോൺ ഒരു വിധമൊക്കെ ഞാൻ അടച്ചു വന്നതാണ്. പിന്നെ എൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായി, ഞാൻ സഹായിച്ച ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി മോശമായി.
പിന്നെ ഞാൻ ഒരുവിധം ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ കടങ്ങൾ വാങ്ങിച്ചു തുടങ്ങി. പിന്നെ അവർക്കും തരാൻ പറ്റാത്ത അവസ്ഥയിലായി. ഒരുവിധം ഞാൻ ബാങ്കിലൊക്കെ ഒരുവിധം കൊണ്ട് പൈസയൊക്കെ അടച്ചതാണ്. പക്ഷേ നിലവിൽ ഇനി മുന്നോട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഡിസ്പോസൽ ഇത് മാത്രമേ എൻ്റെ ഉള്ളൂ, എൻ്റെ വേറെ ഒന്നുമില്ല. ഇത് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം. എനിക്ക് ഈ കൊറോണ ആണോ അത്രയും വിഷയം ഉണ്ടാക്കിയത്? എല്ലാ രീതിയിലും ഉണ്ട് കേട്ടോ. ഈ ആദ്യമായിട്ട് വീട് പണിയാൻ ഇറങ്ങിയതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാ രീതിയിലും അഫക്റ്റഡ് ആണ്. ഞാനിപ്പോൾ ഒരു 2 ഇയേഴ്സ് ലോണുള്ള ബാങ്കിൽ ലോൺ 30 രൂപ ലോണുണ്ട് കേട്ടോ. ഇത് എങ്ങനെയാണ് കൊടുക്കുന്നതിൽ ലോൺ അടച്ചിട്ടില്ല കൊടുക്കുക? ലോൺ അടച്ച് ഞാനിത് ലോൺ അടച്ച് പ്രമാണം എടുത്ത് ആർക്കാണോ ഡ്രോയിലൂടെ വിൻ വരുന്നത് അവർക്ക് കൃത്യമായിട്ട് ഇത് കൊടുക്കുന്നതായിരിക്കും. ചേട്ടാ ഇതിപ്പോൾ ഇറക്കി വിടുന്ന വല്ല സാഹചര്യം ഉണ്ടോ ഇവിടുന്ന്? അല്ല, നിലവിൽ ഇപ്പം ഇറക്കി വിടുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ പൈസ കിട്ടിയാൽ മതി. അവർക്ക് ഈ കുടിശ്ശിക കിട്ടിയാൽ മതി. കുടിശ്ശിക കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഒരു എക്സംഷന് വേണ്ടി ചോദിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത്. എനിക്ക് ദൈവം സഹായിച്ച് തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സംഷന് വേണ്ടി ചോദിച്ചിട്ടുണ്ട് ഞാൻ. അതിന് മുന്നേ നമ്മൾ ചെയ്യാൻ പറ്റുമോ? പറ്റും ചേട്ടാ. കാരണം എന്ന് വെച്ചാൽ ഒരുവിധം ഞാൻ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുവിധം ഞാനത് ചെയ്തെടുക്കും. കാരണം ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഒരു ഇതാണ്, ശ്രമമാണ്. ഈ ശ്രമം ഞാൻ വിജയിക്കും. കാരണം ഇത്രയും കാലം ഞാൻ പിടിച്ചു നിന്നു ഇതിനു വേണ്ടി. അപ്പം ഞാനത് വിജയിപ്പിക്കും. വെച്ചാൽ ഒന്നുമില്ല ചേട്ടാ, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. കൊച്ചിനെ കൂടെ ഇങ്ങോട്ടാണ് പോകുന്നത്? ഒരു മാർഗ്ഗമില്ല ചേട്ടാ. ഇത് ഡിസ്പോസ് ചെയ്തേ പറ്റത്തുള്ളൂ എങ്ങനെയെങ്കിലുമൊക്കെ. ഇതെങ്ങനെയെങ്കിലും ഈ വാർത്ത കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ, സഹോദരന്മാർ എല്ലാവരും എന്നെ ഒരു ടോക്കൺ എടുത്ത് എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ടോക്കൺ പറഞ്ഞായിരുന്നോ? അതെല്ലാം പ്ലാനിങ്ങിലാണ്. അത് വിശദ വിവരങ്ങളുടനെ വീഡിയോയിലൂടെ വരും. അത് ഞാൻ ഇങ്ങനെ ഒന്ന് തുടക്കം, കാരണം എനിക്ക് നിൽക്കക്കള്ളിയില്ല. അപ്പം ഞാൻ എന്തെങ്കിലും എൻ്റെ മാർഗം നോക്കണ്ടേ, നമുക്ക് മുന്നോട്ട് നിൽക്കാനുള്ള മാർഗം നോക്കണ്ടേ. നമുക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അല്ലെങ്കിൽ എന്നെ സഹായിച്ചവരുടെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. നമുക്ക് വേറെ ഒന്നും കൊടുത്ത കാശ് തിരിച്ചു കിട്ടാൻ ഒരു മാർഗ്ഗമില്ല. കിട്ടും, ഉടനെ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിന് മുന്നേ എനിക്ക് ബാങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല. ബാങ്കിൽ അതൊരിക്കലും നിൽക്കത്തില്ല. കാരണം അവരിപ്പം നമ്മളെ ജപ്തി നടപടികളില്ല എന്നൊക്കെ പറയും. പലരും പല വിജ്ഞാപനങ്ങളും വരും. പക്ഷേ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ കോടതി വഴി മുഖാന്തരം അവർ കാര്യങ്ങൾ ചെയ്യും. കാരണം ബാങ്ക് എന്ന് വെച്ചത് നമ്മൾ കടമെടുത്താൽ നമ്മൾ അടച്ചേ പറ്റത്തുള്ളൂ. അത് ഏതൊരു വ്യക്തിയും കടമെടുത്താൽ അടച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അവരതിൻ്റെ സൊല്യൂഷൻസ് നോക്കും. പിന്നെ സാവകാശം നമ്മൾ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞിട്ട് അവർ സാവകാശങ്ങൾ നമുക്ക് തരുന്നെങ്കിലേ ഉള്ളൂ. അത് തരുമെന്നാണ്, ദൈവം സഹായിച്ച് തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പേടിക്കണ്ട ചേട്ടൻ്റെ ഇപ്പം ഒരുപാട് പേര് ഇതുപോലെ ലക്കീഡായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നോക്കാം, ആ ചേട്ടനും ആ വഴിക്കൊന്ന് നോക്ക്. മാക്സിമം ഈ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ദയവ് ചെയ്ത് ഒരു ടോക്കൺ എടുത്ത് എന്നെ ഒന്ന് സഹായിക്കണം. അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് നിൽക്കക്കള്ളിയില്ല. എനിക്ക് കരയാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഇനി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് നിൽക്കണം. മുന്നോട്ട് നിന്നാൽ മാത്രമേ ഉള്ളൂ എനിക്ക്, എൻ്റെ മോക്ക്, എൻ്റെ വൈഫ്, പിന്നെ അല്ലെങ്കിൽ എന്നെ സഹായിച്ച ആൾക്കാർക്കെല്ലാം എനിക്ക് കാശ് തിരിച്ചു കൊടുക്കണം. ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രമേ അത് എനിക്ക് പറ്റത്തുള്ളൂ. എന്തായാലും ചേട്ടനൊരു എന്താ പറയുക, വേറെ നിവൃത്തിയില്ല. ഞാൻ ആദ്യം വാർത്ത ചെയ്യായിരുന്നു. ഇപ്പോൾ ചേട്ടന് വല്ലാത്തൊരവസ്ഥയിലാണ്. എന്നെ വിളിച്ചിട്ട് വീണ്ടും ഞാൻ വന്നതാണ്. ഏതായാലും അദ്ദേഹം ഇപ്പം വീട് ലക്കി ഡ്രോയിൽ വയ്ക്കാതെ നിവൃത്തിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ സംഭവം വരികയാണെങ്കിൽ എല്ലാ സുഹൃത്തുക്കളും ഒരു കൂപ്പണെങ്കിലും എടുത്തിട്ട് പുള്ളിന്ന് സഹായിച്ചേ പറ്റൂ. ഹെൽപ്പ് ചെയ്യണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. ഞാനത് അന്വേഷിച്ച് വന്നതാണ്. പുള്ളിയുടെ വീടിൻ്റെ അടുത്തേക്ക് വന്ന് എല്ലാവരും അന്വേഷിച്ചിട്ട് വന്നതാണ്. സത്യമാണ്. എന്തായാലും അങ്ങനെ ഉദ്യമത്തിലേക്ക് പുള്ളി പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒരു കൂപ്പണൊക്കെ എടുത്ത് പുള്ളി ഹെൽപ്പ് ചെയ്യുക. ഡിസ്പേസിന് വേണ്ടി ക്യാമറ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.